വിശാഖം, അനിഴം, തൃക്കേട്ട, അവിട്ടം, ചതയം, പൂരുരുട്ടാതി, ചോതി, ചിത്തിര എന്നിങ്ങനെയുള്ള 8 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളുടെ ജീവിതത്തിൽ വളരെ സുപ്രധാനമായ ചില കാര്യങ്ങൾ സംഭവിക്കുവാൻ പോകുന്ന ഒരു ദിവസമാണ് ഈ മെയ് മാസം 9-ാം തീയതി ശനിയാഴ്ച എന്ന് പറയുന്നത്. ജ്യോതിഷപരമായി നോക്കുമ്പോൾ ഓരോ ഗ്രഹസ്ഥാനങ്ങളും ഗ്രഹങ്ങളുടെ ചലനവും നക്ഷത്രമാറ്റങ്ങളും ചില പ്രത്യേക യോഗങ്ങളുടെ ഉദയവും എല്ലാം തന്നെ ഒരു മനുഷ്യൻ്റെ ജീവിതഗതിയെ തന്നെ മാറ്റിമറിക്കുവാൻ തക്ക ശക്തിയുള്ളവയാണ്. അതായത് നിങ്ങൾക്ക് തന്നെ ജീവിതത്തിൽ പലപ്പോഴും അനുഭവത്തിൽ വന്നിട്ടുള്ള ഒരു കാര്യമായിരിക്കും. ചില സമയത്ത് ജീവിതത്തിൽ വല്ലാത്ത തരത്തിലുള്ള പ്രതിസന്ധികളും എന്തൊക്കെ ചെയ്താലും ഒരു സന്തോഷം അനുഭവിക്കുവാൻ കഴിയാത്ത അവസ്ഥയുമായിരിക്കും നിങ്ങളെ വേട്ടയാടുന്നത്. എന്നാൽ നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും കരകയറുവാൻ കഴിയാതിരുന്ന ആ ഒരു പ്രതിസന്ധി നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഇല്ലാതാകുന്നതും നിങ്ങൾ പ്രതീക്ഷിക്കാതിരിക്കുമ്പോൾ ആയിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് നിങ്ങൾക്ക് നല്ല സമയമാണോ ദോഷ സമയമാണോ എന്നതിനെ ആസ്പദമാക്കിയായിരിക്കും. അതായത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വന്നു ചേരേണ്ട ഭാഗ്യനിർഭാഗ്യങ്ങളെ നിർണയിക്കുന്നതിൽ ചെറുതും വലുതുമായ ഓരോ ജ്യോതിഷമാറ്റങ്ങൾക്കും വളരെ വലിയ പങ്കുണ്ട് എന്ന് സാരം. എന്നിരുന്നാൽ പോലും ഈ മെയ് 9-ാം തീയതി ശനിയാഴ്ച സൃഷ്ടിക്കപ്പെടുവാൻ പോകുന്ന യോഗം കൊണ്ട് 27 നക്ഷത്രത്തിൽ നിന്നും തുടക്കത്തിൽ പറഞ്ഞ 8 നക്ഷത്രക്കാർക്ക് മാത്രമാണ് ജീവിതത്തിൽ പ്രകടമായ മാറ്റം അറിയുവാൻ കഴിയുക. അതായത് ഈ മെയ് 9-ാം തീയതി ശനിയാഴ്ച തുടക്കത്തിൽ പറഞ്ഞ 8 നക്ഷത്രക്കാർക്കും സിദ്ധിക്കുവാൻ പോകുന്നത് വസുമതി യോഗമാണ്. അപ്പോൾ തുടക്കത്തിൽ പറഞ്ഞ 8 നക്ഷത്രത്തിൽ പിറന്ന ഒരാളെങ്കിലും ഉള്ള വീടാണ് നിങ്ങളുടേതെങ്കിൽ ഈ മെയ് മാസം 9-ാം തീയതി ശനിയാഴ്ച നിങ്ങൾക്ക് വെറുമൊരു ദിവസമാകില്ല. അപ്പോൾ ഈ വസുമതി യോഗം കൊണ്ട് തുടക്കത്തിൽ പറഞ്ഞ 8 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളുടെ ജീവിതത്തിലും സംഭവിക്കുവാൻ പോകുന്ന ഏറ്റവും സുപ്രധാനമായ എല്ലാ കാര്യങ്ങളെപ്പറ്റിയും തന്നെ ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതിൽ ഒന്നാമതായി ഈ മെയ് മാസം 9-ാം തീയതി ശനിയാഴ്ച സിദ്ധിക്കുവാൻ പോകുന്ന വസുമതി യോഗം കൊണ്ട് ഏറ്റവും സുപ്രധാനമായ ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നത് കാണുവാനുള്ള യോഗം നിലനിൽക്കുന്ന ഒന്നാമത്തെ രാശിക്കാരായി വരുന്നത് വിശാഖം, അനിഴം, തൃക്കേട്ട വരുന്ന വൃശ്ചികം രാശിക്കാരാണ്. ഇപ്പോൾ ഇന്ന് ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ചില വൃശ്ചികം രാശിയിൽ പിറന്ന വ്യക്തികൾ എല്ലാം കൊണ്ടും ജീവിതത്തിൽ സഹികെട്ടു എന്നുള്ള അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത്. കാരണം ഓരോ ദിവസം ചെല്ലുന്തോറും ജീവിതത്തിൽ അത്രയേറെ പരീക്ഷണങ്ങളും കഷ്ടകാലങ്ങളുമാണ് നിങ്ങൾക്ക് അനുഭവത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഇന്ന് ശരിയാകും നാളെ ശരിയാകുമെന്ന് നിങ്ങൾ സ്വയം മനസ്സിനെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ടെങ്കിലും ഒരു വിധത്തിലുള്ള സന്തോഷവും സമാധാനവും നിങ്ങൾക്ക് ജീവിതത്തിൽ ഇല്ല. ഇത് 100% ആളുകളുടെ കാര്യമല്ലെങ്കിലും ഇപ്പോൾ ഈ അധ്യായം കാണുന്നതിൽ ഒരു ബഹുഭൂരിപക്ഷം ആളുകളും ഈ ഒരു ദുരവസ്ഥ അനുഭവിക്കുന്നുണ്ട്. മാത്രമല്ല അത്തരത്തിൽ പല വിധത്തിലും കഷ്ടകാലങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ ജീവിതത്തിൽ ചില തീരുമാനങ്ങൾ എടുക്കുവാൻ പോലും നിങ്ങൾ ഭയക്കുന്നു. അതുകൂടാതെ സാമ്പത്തികമായും വ്യക്തിബന്ധങ്ങളിലും എല്ലാം തന്നെ നിങ്ങൾക്ക് ഏറ്റുവാങ്ങേണ്ടി വരുന്നത് പരാജയമാണ്. അങ്ങനെ എല്ലാ വിധത്തിലും ദുഃഖങ്ങൾ മാത്രം അനുഭവിച്ചു മടുത്ത ഒരു വിശാഖം, അനിഴം, തൃക്കേട്ട വരുന്ന വൃശ്ചികം രാശിയിൽ പിറന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഈ വസുമതി യോഗം സിദ്ധിക്കുന്ന മെയ് 9-ാം തീയതി ശനിയാഴ്ച എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വഴിത്തിരിവാകുന്ന തരത്തിലുള്ള ചില കാര്യങ്ങൾ നടക്കുവാൻ പോകുന്ന ദിവസമാണ്. ഇതിൽ ഏറ്റവും പ്രധാനമായി ഏതൊക്കെയോ വൃശ്ചികം രാശിക്കാർക്ക് അന്നേ ദിവസം നിങ്ങളുടെ കുടുംബപരമായി നിലനിന്നിരുന്ന എന്തോ ഒരു പ്രശ്നം പരിഹരിക്കപ്പെടുവാൻ പോകുന്നതായി കാണുന്നുണ്ട്. അതൊരു പക്ഷേ നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളിൽ നിലനിന്നിരുന്ന പ്രശ്നങ്ങളും ദാമ്പത്യ ജീവിതത്തിൽ നിലനിന്നിരുന്ന അകൽച്ചകളോ
കുടുംബ സ്വത്തുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന പ്രശ്നങ്ങളോ പരിഹാരത്തിലേക്ക് എത്തുന്നതാകാം. അതായത് കുടുംബവുമായി ബന്ധപ്പെട്ടുള്ള എന്ത് സമാധാനക്കേടുകൾ അനുഭവിച്ചിരുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിലും ഈ വസുമതി യോഗം നിങ്ങൾക്ക് ആ ഒരു പ്രതിസന്ധിയിൽ നിന്നുള്ള പരിഹാരം നൽകുമെന്ന കാര്യം ഫലപ്രകാരം വ്യക്തമാണ്. ഇനി അതുപോലെ തന്നെ ഈ ഒരു വസുമതി യോഗം സിദ്ധിച്ച് നിമിഷ സമയങ്ങൾക്കുള്ളിൽ തന്നെയാണ് ഒരു വലിയ ധനവരവും ചില വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഉണ്ടാകുവാൻ പോവുകയാണ്. എന്നാൽ നിലവിൽ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുമ്പോഴുള്ള നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി വളരെ ദയനീയമാണ്. അതായത് കയ്യിൽ എടുക്കുവാൻ ഒരു രൂപയില്ലാതെ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികൾ വരെ ഇതിലുണ്ട്. എന്നാൽ നിങ്ങളിലേക്ക് അളവിൽ കവിഞ്ഞ ഭാഗ്യമെത്തുന്ന ഈ ഒരു സമയത്ത് ചില പ്രത്യേക സ്രോതസ്സുകളിൽ നിന്ന് നിങ്ങളിലേക്ക് ധനം ഒഴുകിയെത്തും എന്നതാണ് വാസ്തവം. ഇനി അതുപോലെ തന്നെ ഇപ്പോൾ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ചില വൃശ്ചികം രാശിക്കാർക്ക് കടബാധ്യതകൾ കൊണ്ട് സ്വന്തം നാട് വിട്ട് എങ്ങോട്ടെങ്കിലും പോകണമെന്ന് വരെ മനസ്സിൽ തോന്നിയിട്ടുള്ളവരാണ്. കാരണം നിങ്ങൾക്ക് ചുറ്റുമുള്ളവരെയും നിങ്ങൾക്ക് കടം തന്നവരെയും തലയുയർത്തിയൊന്ന് നോക്കുവാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് ഇപ്പോൾ നിങ്ങൾക്കുള്ളത്. എന്നാൽ നിങ്ങളിൽ ഭാഗ്യമായി തെളിയുന്ന ഈ വസുമതി യോഗം നിങ്ങളുടെ എല്ലാ കടബാധ്യതകൾക്കും ഉടനടി പരിഹാരം കാണുവാനുള്ള ഭാഗ്യമാണ് നിങ്ങളിൽ നൽകുക. അതായത് പണമില്ലാത്തതിൻ്റെ പേരിൽ നിങ്ങൾക്ക് തലകുനിക്കേണ്ടി വന്നിരുന്ന ചില ആളുകളുടെ മുന്നിൽ അഭിമാനത്തോടെ നിൽക്കുവാൻ കഴിയുന്ന സമയമാണ് നിങ്ങളിൽ തെളിയുന്നത്. ഇനി ഈ വസുമതി യോഗം കൊണ്ട് വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാർക്ക് കർമ്മമേഖലയിലും മികച്ച അനുഭവങ്ങളാണ് ഉണ്ടാകുവാനിരിക്കുന്നത്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഈ മെയ് 9-ാം തീയതി ശനിയാഴ്ച ചില വൃശ്ചികം രാശിക്കാർക്ക് നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ നിന്ന് ഏറ്റവും സന്തോഷകരമായ ചില അനുഭവങ്ങൾ ഉണ്ടാകും. ഒപ്പം തന്നെ വളരെ നാളുകളായി തൊഴിൽ തേടി അലഞ്ഞിട്ട് പോലും ഒരു ജോലി സ്വന്തമാക്കുവാൻ കഴിയാതിരുന്ന വൃശ്ചികം രാശിക്കാർക്കും എല്ലാ തടസ്സങ്ങളും നീങ്ങി നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള ഒരു കർമ്മ മേഖലയിലേക്ക് എത്തിപ്പെടുവാൻ കഴിയുന്ന സമയമാണ് ഇത്. കൂടാതെ തന്നെ ഈ മെയ് 9-ാം തീയതി ശനിയാഴ്ച വൃശ്ചികം രാശിക്കാർക്ക് മനസ്സിന് സന്തോഷം ലഭിക്കുന്ന തരത്തിലുള്ള ചില യാത്രകൾ ചെയ്യുവാനും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചില വസ്തുക്കൾ വാങ്ങുവാനുമുള്ള ഭാഗ്യവും ഉണ്ടാകും. ഇനി ആരോഗ്യത്തിൻ്റെ കാര്യത്തിലും നിങ്ങൾക്ക് ഒരു ഭയത്തിൻ്റെയും ആവശ്യമില്ലാത്ത ഒരു ദിവസമാണ് ഇത്. ഇനി എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഇതുവരെ ഉണ്ടായിരുന്നവർ ആണെങ്കിൽ പോലും മെയ് 9-ാം തീയതി ശനിയാഴ്ചയോടെ നിങ്ങൾക്ക് മികച്ച ഒരു ആരോഗ്യസ്ഥിതി കൈവരിക്കുവാൻ കഴിയും. അപ്പോൾ എല്ലാ വിധത്തിലും വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിലെ കാര്യതടസ്സങ്ങൾ ഇല്ലാതാവുകയും ഒട്ടനവധി സന്തോഷങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുകയും ചെയ്യുവാൻ പോകുന്ന ഒരു സമയമാണ് ഈ വസുമതി യോഗം കൊണ്ട് തെളിയുന്നത്. ഇനി രണ്ടാമതായി ഈ മെയ് 9-ാം തീയതി ശനിയാഴ്ച സിദ്ധിക്കുവാൻ പോകുന്ന വസുമതി യോഗം കൊണ്ട് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് അവിട്ടം, ചതയം, പൂരുരുട്ടാതി വരുന്ന കുംഭം രാശിക്കാരാണ്. കുംഭം രാശിക്കാരായിട്ടുള്ള വ്യക്തികളുടെ ജീവിതത്തെ പറ്റി പറയുമ്പോൾ പലപ്പോഴും ചിന്തിക്കുന്ന കാര്യങ്ങൾക്ക് നേർവിപരീതമായുള്ള ഒട്ടനവധി സാഹചര്യങ്ങളെ ജീവിതത്തിൽ തരണം ചെയ്യേണ്ടി വന്നിട്ടുള്ളവരാണ് നിങ്ങൾ. മാത്രമല്ല എത്രയൊക്കെ കഷ്ടപ്പാടുകൾ ജീവിതത്തിൽ അനുഭവത്തിൽ വന്നാലും ആ പ്രതിസന്ധികളെ എല്ലാം ആത്മവിശ്വാസത്തോടെ തരണം ചെയ്യുവാൻ പരമാവധി നിങ്ങൾ ശ്രമിക്കാറുമുണ്ട്. എന്നാൽ എത്രയൊക്കെ ശ്രമിച്ചിട്ടും ഇപ്പോൾ ജീവിതത്തെ ധൈര്യത്തോടെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയാത്ത വിധത്തിൽ അതികാഠിന്യമേറിയ ചില പ്രതിസന്ധികളിലൂടെ ഇന്ന് ഈ അധ്യായം കാണുന്ന ചില വ്യക്തികൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ചിലതൊക്കെ ഓർക്കുമ്പോൾ നിങ്ങൾക്ക് വല്ലാത്ത ഒരു ഭയമാണ് മനസ്സിൽ അനുഭവപ്പെടുന്നത്. ഇതിൽ തന്നെ ഏറ്റവും പ്രധാനമായി സാമ്പത്തിക തകർച്ചയാണ് നിങ്ങളുടെ ജീവിതത്തെ വഴിമുട്ടിക്കുന്നത്. അതായത് ഓരോ ദിവസം മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങൾക്ക് കടം വാങ്ങാതെ വഴിയില്ല എന്നുള്ള അവസ്ഥയാണ് ഉള്ളത്. മാത്രമല്ല
ഇതിൽ പല കുംഭം രാശിക്കാരും സമ്പാദിക്കുന്നുണ്ടെങ്കിലും ആ പണമൊന്നും നിങ്ങളുടെ ആവശ്യത്തിന് ഉപകരിക്കുന്നില്ല എന്നതാണ് സത്യം. ഇനി സാമ്പത്തിക പ്രശ്നങ്ങൾക്കെല്ലാം പുറമെ ചില വ്യക്തികളിൽ നിന്നുള്ള ഉപദ്രവവും കുടുംബത്തിലെ മനസ്സമാധാനക്കേടുകളും നിങ്ങളെ വല്ലാതെ അലട്ടുന്നു. എന്നാൽ എല്ലാവിധത്തിലും ജീവിതം തന്നെ ഇനി എന്താകുമെന്നറിയാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കുംഭം രാശിയിൽ പിറന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളിലെ ഭാഗ്യം പൂർണ്ണമായി ഇല്ലാതായിട്ടില്ല എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇത് നിങ്ങളോട് ഇത്രയും കൃത്യമായി പറയുവാൻ കാരണം ഫലപ്രകാരം തെളിയുന്നതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന ഓരോ കാര്യങ്ങളും അത്രയേറെ അവിശ്വസനീയമാണ് എന്നതിനാൽ തന്നെയാണ്. അതായത് അവിട്ടം, ചതയം, പൂരുരുട്ടാതി നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്ക് ഒരു ദീർഘനാളുകൾക്ക് ശേഷം മഹാഭാഗ്യം വന്നു ചേരുന്ന ദിവസമാണ് ഈ മെയ് 9 എന്ന് പറയുന്നത്. അതായത് നിങ്ങളെ വിഷമിപ്പിച്ചിരുന്ന ഓരോ ചെറിയ പ്രതിസന്ധികൾ പോലും നിങ്ങളിൽ തെളിയുന്ന ഭാഗ്യം കൊണ്ട് ഇല്ലാതാവുകയും നിങ്ങളുടെ ജീവിതം ഒരു പുരോഗതി കണ്ടു തുടങ്ങുകയും ചെയ്യും. ഏറ്റവും പ്രധാനമായി ഈ വസുമതി യോഗം കൊണ്ട് അവിട്ടം, ചതയം, പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് വളരെ കാലങ്ങളായി നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന ചില ആഗ്രഹങ്ങളെ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുവാനുള്ള യോഗമാണ് കാണുന്നത്. അതായത് മറ്റൊരു വ്യക്തികളോടും പറഞ്ഞു മനസ്സിലാക്കുവാൻ കഴിയാത്ത തരത്തിൽ നിങ്ങൾ കാര്യതടസ്സം അനുഭവിച്ചിരുന്ന ചില കാര്യങ്ങളുണ്ട്. എന്നാലും ഒരു ദിവസം പോലും വിടാതെ നിങ്ങൾ ആ ഒരു കാര്യം നടത്തി തരണമെന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ അങ്ങനെയുള്ള ആ പ്രാർത്ഥനയ്ക്ക് ഭഗവാൻ വിളി കേൾക്കുന്ന ദിവസമാണ് ഈ ശനിയാഴ്ച എന്ന് പറയുന്നത്. ഏറ്റവും പ്രധാനമായി വീടുപണിയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന ചില തടസ്സങ്ങൾ നീങ്ങുവാനും വിവാഹ തടസ്സങ്ങൾ നീങ്ങുവാനും സന്താന സൗഭാഗ്യത്തിനുമായി വളരെയേറെ ആഗ്രഹിക്കുന്ന ചില വ്യക്തികൾ ഇന്ന് ഈ അധ്യായം കാണുന്നുണ്ട്. അതായത് ഈ കാര്യങ്ങളെല്ലാം ഒരു വ്യക്തി ആഗ്രഹിക്കുന്നതാകണമെന്നില്ല. എന്നാൽ ഇതിൽ ഒരു കാര്യത്തിലെങ്കിലും തടസ്സം നേരിടുകയും ആ കാര്യവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ശുഭകരമായ അനുഭവം പ്രതീക്ഷിക്കുകയും ചെയ്തിരുന്ന അവിട്ടം, ചതയം, പൂരുരുട്ടാതി നക്ഷത്രത്തിൽ പിറന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ആ ശുഭവാർത്ത കേൾക്കുവാനായി നിങ്ങൾ തയ്യാറായിക്കൊള്ളുക. അതായത് സ്വന്തമായി വീടില്ലാത്തവർക്ക് വീടിൻ്റെ പണി പൂർത്തീകരിച്ച് സ്വന്തം വീട് എന്ന സ്വപ്നം നേടിയെടുക്കുവാനും ഇതുവരെ വിവാഹ കാര്യത്തിൽ ഒട്ടനവധി തടസ്സങ്ങൾ അനുഭവിച്ചിരുന്നവർക്ക് ഏറ്റവും മംഗളകരമായി നിങ്ങളുടെ വിവാഹം നടത്തുവാനും ആരോഗ്യമുള്ള സന്താനങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് സന്താന സൗഭാഗ്യം ഉണ്ടാകുവാനും പോകുന്നു. അതായത് അവിട്ടം, ചതയം, പൂരുരുട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വസുമതി യോഗം കൊണ്ട് നിങ്ങളുടെ സുവർണ സമയമാണ് തെളിയുന്നത്. ഇനി തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇന്ന് ഈ അധ്യായം കാണുന്ന കുംഭം രാശിക്കാരിൽ ഘടബാധ്യതകൾ കൊണ്ട് വല്ലാതെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്കും ഇത് ശുഭസമയമാണ്. അതായത് ധനവരവ് ഉണ്ടാക്കുവാനായി നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും ഇരട്ടി ലാഭമായിരിക്കും നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുക. അതിൽ തന്നെ ഈ മെയ് മാസം 9-ാം തീയതി ശനിയാഴ്ച തന്നെ അപ്രതീക്ഷിതമായ ഒരു ധനവരവിൻ്റെ അനുഭവം നിങ്ങൾക്കുണ്ടാകും. മാത്രമല്ല ഇതിൽ എടുത്തു പറയുമ്പോൾ ഇന്ന് ഈ അധ്യായം കാണുന്ന ചില കുംഭം രാശിക്കാർക്ക് നിങ്ങൾ കഠിനാധ്വാനം ചെയ്ത് സമ്പാദിച്ച പണം നിങ്ങളെ പറ്റിച്ചു ചിലർ കൊണ്ടുപോയ അവസ്ഥ അനുഭവത്തിൽ വന്നിട്ടുണ്ട്. അതായത് നിങ്ങൾ അവരോടുള്ള വിശ്വാസത്തിൻ്റെ പുറത്ത് അവർക്ക് ചെയ്ത സഹായമാണെങ്കിൽ പോലും നിങ്ങൾ കാണിച്ച ആ സ്നേഹം അവർ തിരിച്ചു കാണിച്ചില്ല എന്ന് സാരം. അങ്ങനെ നിങ്ങൾ കൊടുത്ത പണവും സ്വർണവും ഒന്നും തിരിച്ചു തരാതെ നിങ്ങളെ വട്ടം ചുറ്റിച്ചുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികളിൽ നിന്ന് നിങ്ങളുടെ സമ്പത്ത് നിങ്ങളിലേക്ക് തന്നെ തിരികെ എത്തുന്ന സമയവും കൂടിയാണ് ഇത്. മാത്രമല്ല ഇതിൽ ചില കുംഭം രാശിക്കാർക്ക് കുറച്ച് ദിവസങ്ങളായി ശത്രുദോഷം കൊണ്ട് എന്തെന്നില്ലാത്ത പ്രതിസന്ധികളാണ് അനുഭവിക്കേണ്ടി വരുന്നത്. അതായത് ഒരു വിധത്തിലും ജീവിതത്തിൽ നിങ്ങൾക്ക് സമാധാനം കണ്ടെത്തുവാൻ കഴിയുന്നില്ല. കാരണം ശത്രുദോഷം നിങ്ങളുടെ കുടുംബത്തെയും വ്യക്തി ജീവിതത്തെയും ഒരുപോലെ ബാധിക്കുന്നുണ്ട്. എന്നാൽ നിങ്ങളിൽ
വസുമതി യോഗം തെളിയുന്ന മെയ് 9 തീയതി ശനിയാഴ്ചയോടെ നിങ്ങളെ ബാധിച്ചിരിക്കുന്ന ശത്രുദോഷം ശമിക്കുകയും എല്ലാ വിധത്തിലും ഒരു പോസിറ്റിവിറ്റി നിങ്ങൾക്ക് അനുഭവത്തിൽ വരികയും ചെയ്യും. ഇനി കുംഭം രാശിയിൽ പിറന്ന വ്യക്തികൾക്ക് ആരോഗ്യത്തിൻ്റെ കാര്യത്തിലും ഏറ്റവും മികച്ച ഒരു സമയമാണ് ഇത്. ഇനി അടുത്തതായി ഈ മെയ് 9 തീയതി ശനിയാഴ്ച സിദ്ധിക്കുവാൻ പോകുന്ന വസുമതി യോഗം കൊണ്ട് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നത് കാണുവാനുള്ള യോഗം തെളിഞ്ഞിരിക്കുന്ന മൂന്നാമത്തെ രാശിക്കാരായി വരുന്നത് ചിത്തിര, ചോതി, വിശാഖം വരുന്ന തുലാം രാശിക്കാരാണ്. ഇന്ന് ഈ അധ്യായം കാണുന്ന തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ചില ആളുകൾക്ക് നിങ്ങളുടെ ജീവിതത്തിലെ തന്നെ ഏറ്റവും മോശപ്പെട്ട ഒരു സമയത്തിലൂടെയാണ് കുറച്ച് ദിവസങ്ങളായി കടന്നു പോകേണ്ടി വരുന്നത്. അതായത് നിങ്ങളെക്കൊണ്ട് താങ്ങുവാൻ കഴിയാത്ത തരത്തിലുള്ള ചില ദുഃഖങ്ങളും ഒറ്റപ്പെടലുകളും നിങ്ങൾക്ക് ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരുന്നു. മാത്രമല്ല, നിങ്ങൾ ഉപകാരം ചെയ്യുന്ന ഒരു വ്യക്തി പോലും പിന്നീട് നിങ്ങളുടെ നേർക്ക് തിരിയുന്ന അവസ്ഥ. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, നിങ്ങൾ ആർക്കും ഒരു ദോഷത്തിന് ചെന്നില്ലെങ്കിൽ പോലും മറ്റുള്ളവരിൽ നിന്നുള്ള കുറ്റപ്പെടുത്തലുകളും ഒറ്റപ്പെടുത്തലുകളും നിങ്ങൾക്ക് ഉണ്ടാകുന്നു. മാത്രമല്ല, ഇത്തരത്തിലുള്ള വേദനകൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന സമയത്ത് ഈ വ്യക്തികളുടെ മുൻപിൽ ഒരു ജീവിത വിജയം നേടിക്കാണിക്കണം എന്നുള്ള ആഗ്രഹം നിങ്ങളുടെ മനസ്സിൽ വളരെയധികം ഉണ്ടെങ്കിലും അതിനും നിങ്ങൾക്ക് തടസ്സങ്ങളാണ് അനുഭവപ്പെടുന്നത്. എന്നാൽ ചിത്തിര, ചോതി, വിശാഖം നക്ഷത്രത്തിൽ പിറന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളെ ഒറ്റപ്പെടുത്തിയവരുടെയും നിങ്ങളുടെ പതനം കാണുവാൻ ആഗ്രഹിച്ചവരുടെയും മുൻപിൽ തന്നെ അവിശ്വസനീയമായ ചില നേട്ടങ്ങൾ സ്വന്തമാക്കുവാനുള്ള ഭാഗ്യമാണ് ഈ വസുമതി യോഗം കൊണ്ട് നിങ്ങളിൽ തെളിയുന്നത്. ഇതിൽ തന്നെ ഏറ്റവും പ്രധാനമായി കർമ്മമേഖലയുമായി ബന്ധപ്പെട്ടുള്ള എന്തൊക്കെയോ പ്രശ്നങ്ങൾ കൊണ്ട് സമാധാനമില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്ന ചില തുലാം രാശിക്കാർ നിലവിൽ ഈ അധ്യായം കാണുന്നുണ്ട്. അതായത് നിങ്ങളുടെ ജീവിതത്തെ ഒരു മെച്ചപ്പെട്ട രീതിയിലേക്ക് എത്തിക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു തൊഴിൽ മേഖലയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. മാത്രമല്ല, അതിനുവേണ്ടി നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുന്നുമുണ്ട്. എന്നാൽ ഇതുവരെ ആ ഒരു കാര്യത്തിൽ നിലനിന്നിരുന്ന എല്ലാ തടസ്സങ്ങളും നീങ്ങുന്നതായി ഫലപ്രകാരം കാണുന്നു. തടസ്സങ്ങൾ നീങ്ങും എന്ന് മാത്രമല്ല, നിങ്ങൾ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചതിലും വലിയ ഒരു അവസരമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായി തുലാം രാശിയിൽ പിറന്ന മക്കളുള്ള മാതാപിതാക്കളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ മക്കൾക്ക് വേണ്ടി ഭഗവാനോട് പ്രാർത്ഥിക്കുകയും വേണ്ട വഴിപാടുകൾ കഴിക്കുകയും ചെയ്യേണ്ട സമയമാണ് ഇത്. കാരണം തുലാം രാശിയിൽ പിറന്ന മക്കളിൽ ഭാഗ്യം അധികരിച്ചു നിൽക്കുന്ന ഈ സമയത്ത് നിങ്ങൾ ചെയ്യുന്ന വഴിപാടുകൾക്ക് ഇരട്ടി ഫലമുണ്ടാകും. അപ്പോൾ തുലാം രാശിയിൽ പിറന്ന മക്കളുടെ നന്മ ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ഈശ്വരാധീനം തേടേണ്ട ഏറ്റവും നല്ല സമയമാണ് ഇത്. ഇനി അതുപോലെ തന്നെ വസുമതി യോഗം കൊണ്ട് ചിത്തിര, ചോതി, വിശാഖം നക്ഷത്രക്കാർക്ക് ദാമ്പത്യ ജീവിതത്തിലും കുടുംബ ബന്ധത്തിലും എല്ലാം ഉണ്ടാകുവാൻ പോകുന്നത് ഏറ്റവും സന്തോഷകരമായ ചില മാറ്റങ്ങളാണ്. അതായത് തുലാം രാശിക്കാരായിട്ടുള്ള ഭാര്യ ഭർത്താക്കന്മാർക്ക് പരസ്പരം മനസ്സിലാക്കി മുന്നോട്ട് പോകുവാനും ജീവിത പങ്കാളിയുടെ സന്തോഷത്തിന് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യുവാനും ഒപ്പം തന്നെ കുടുംബ ബന്ധങ്ങളിൽ ഐക്യം നിലനിർത്തുവാനും ഈ ഒരു സമയത്ത് കഴിയും. ഇതിനെല്ലാം പുറമെ ഈ വസുമതി യോഗം കൊണ്ട് ഏറ്റവും മെച്ചപ്പെട്ട ആരോഗ്യസ്ഥിതി തന്നെയായിരിക്കും ഈ മെയ് മാസം 9 തീയതി ശനിയാഴ്ച തുലാം രാശിക്കാർക്ക് അനുഭവത്തിൽ വരിക. അപ്പോൾ എല്ലാം കൊണ്ടും ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ദുരിതപൂർണമായ അവസ്ഥകളിൽ നിന്ന് നിങ്ങളെക്കൊണ്ട് മുക്തി നേടുവാൻ കഴിയുകയും ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത തരത്തിലുള്ള ചില സന്തോഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനും പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന 8 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളുടെ ജീവിതത്തിലും അതിസൗഭാഗ്യകരമായ വസുമതി യോഗം തെളിയുന്ന ഈ മെയ് മാസം 9 തീയതി ശനിയാഴ്ച എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഏറ്റവും ശുഭകരമായ ചില കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ദിവസമായിരിക്കും. ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക.
നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.